ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് എനിക്ക് മാതാവിനെ 24 മണിക്കൂറും ഞാൻ മാതാവിൻ്റെ ഭക്തിയാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഞാൻ പാട്ട് പാടും. അപ്പോൾ ആ സമയത്താണ് എനിക്ക് വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ മാതാവിനെക്കുറിച്ച് എനിക്ക് ഒരു 5-6 ലൈൻ എനിക്ക് ഇങ്ങനെ വന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അത് ഓടിപ്പോയി അത് എഴുതി വെച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നണ ഒരു ട്യൂൺ ഇട്ടിട്ട് ഞാനത് പാടി. മോൻ മ്യൂസിഷ്യനാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കിത് കവർ സോങ് ചെയ്ത് റീല് ചെയ്ത് മാതാവിനെക്കുറിച്ച് എല്ലാവരും അറിയണം. അപ്പോൾ എനിക്ക് മോൻ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അവൻ അതിലുള്ള കുറവുകളൊക്കെ തിരുത്തി എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അതൊക്കെ റെഡിയാക്കി. എനിക്ക് പാടാനുള്ളൊരു സമയം സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ സമയത്താണ് ഒക്ടോബർ 26 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സാക്ഷ്യത്തിൽ പറയുമല്ലോ ഞങ്ങൾക്ക് ഇന്ന ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ. അപ്പോൾ ഞാനും പറഞ്ഞു, മാതാവേ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഗിഫ്റ്റ് വേണമെന്ന്. അപ്പോൾ എനിക്കത് ഗിഫ്റ്റാത്തായിരുന്നേ ഒക്ടോബർ 26 എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം രാത്രി മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സോങ് ഉണ്ട്, അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഫിലിമിലേക്കാണ്. അപ്പോൾ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആ പാട്ട് ഫിലിമിൽ വരുമോ എന്തോന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും അമ്മ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ എന്നെ പാടി ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഡയറക്ടർക്ക് അതൊരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് എൻ്റെ ആ ഒരു വോയിസായിരുന്നു ആ ഫിലിമിന് വേണ്ടതെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് അന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ആ ഫിലിം ഇച്ചിരി വൈകിയാണ് റിലീസാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന് ശേഷം എനിക്ക് എപ്പോഴും 777 എന്ന നമ്പർ വരുന്നു. അപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, എന്താണാവോ എനിക്ക് 7 എന്നുള്ള നമ്പർ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ രജിസേട്ടൻ ഇങ്ങനെ മൂളിയിട്ട് വിട്ടു. പക്ഷേ 7-ാം തീയതി രാവിലെ ഒന്നും സംഭവിച്ചില്ല, ഉച്ചക്കും ഒന്നും സംഭവിച്ചില്ല. വൈകുന്നേരം പോയപ്പോൾ വീണ്ടും എൻ്റെ മോൻ പറഞ്ഞു, അമ്മയുടെ പാട്ട് ഫിലിമിലേക്ക് എടുത്തു, അത് ലിറിക്കൽ വീഡിയോ ആയിട്ട് ഇടാൻ അനുവാദം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫിലിം അന്നേരം റിലീസായിട്ടില്ല. ആ പാട്ട് ലിറിക്കൽ വീഡിയോ ആയിട്ട് നവംബർ 11-ാം തീയതി അത് ഇട്ടു. പക്ഷെ അന്ന് ആ ഡേറ്റ് മുതൽ ആ വീഡിയോ ആ സോങ് ഭയങ്കരമായിട്ട് ഹിറ്റെന്നല്ല മെഗാ ഹിറ്റായി. ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ മനസ്സിലോർത്തത് എൻ്റെ മാതാവിന് ഈ പാട്ട് എഴുതി മാതാവിനെ മഹത്വപ്പെടുത്തി ലോകം മൊത്തം അറിയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ മാതാവ് തിരിച്ചെനിക്കൊരു സമ്മാനം തന്നത് എൻ്റെ പാട്ട് ലോകം മൊത്തം അറിയിപ്പിച്ചു. അതിനുശേഷം ഇത് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് റിലീസാവുള്ളതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, ഇല്ലടാ, അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മുൻപായിട്ട് ആ പടം റിലീസാവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇതെനിക്ക് എൻ്റെ മാതാവിൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഡിസംബർ 5-ാം തീയതി തന്നെ ആ പടം ഹിറ്റായി, ആ പടം റിലീസായി. അതിപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ, എനിക്ക് ഫോൺ താഴെ വയ്ക്കാനുള്ളൊരു സമയമില്ല, അത്രയ്ക്ക് ആരാധകരും എന്നെ അറിയാത്ത ആൾക്കാർ വരെ എന്നെ വിളിച്ച് എനിക്ക് ഓടി വന്ന് മാതാവിനോട് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത അന്നാണ് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിരുന്നു. രാവിലെ 7 മണിക്ക് ഞാൻ ഇവിടെ വന്നു. 7.5 മണിക്കൂറോളം ഞാൻ ക്യൂ നിന്നിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അത്രയേറെ എന്നെ മാതാവ് മഹത്വപ്പെടുത്തി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ചേട്ടനോടും ഇതിനെനിക്കൊരവസരം ഉണ്ടാക്കി തന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇനിയും മാതാവിനെ ഉടമ്പടി ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട്